നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ബന്ധം, ആത്മബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു ഓരോ ദിവസവും ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് പറഞ്ഞു തന്നുണ്ട്. ഏതാണ് ആ സമയം? രാത്രിയുടെ അന്ത്യയാമം. ആ സമയത്ത് എനിക്കെന്താണ് പണി? ഞാൻ നിങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. എനിക്കെന്താ പണി? ഏറ്റവും പ്രീഷ്യസായൊരു സമയം, അള്ളാഹുവിന് നമ്മളോട് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു സമയം. എന്നോട് എന്താണോ എൻ്റെ അടിമ ആ നേരത്ത് ചോദിക്കുന്നത്, ഞാൻ അവന് കൊടുക്കും. എന്നോട് അവൻ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്തുണർന്ന് അവൻ എന്നോട് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അവന് വാരിക്കോരിയത് കൊടുക്കും. അവൻ എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത്, ഞാൻ അവനത് ചൊരിഞ്ഞു കൊടുക്കും. ഹദീസാണത്, ഇമാം തിർമിദി ഉദ്ധരിച്ചൊരു ഹദീസ്. അത്രയും വിലപിടിപ്പുള്ളൊരു സമയം നമ്മുടെ ദിവസത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അല്ല തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ? ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മതി. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് പുലർക്കാല യാമങ്ങളിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ മുഴുവനായും പറയുന്നത് അള്ളാഹുവിനോട് ഒരാൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആത്മബന്ധത്തെക്കുറിച്ചാണ്. അതിന് അദ്ദേഹം പേരിട്ടത് പുലർക്കാല യാമങ്ങളിൽ. ആ നേരമാണ് അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ്. ഇംഗ്ലീഷിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണിത്, ഇൻ ദ ഏർലി അവേഴ്സ്. അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലെത്തിയ പുസ്തകം. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ നേരത്തും അള്ളാഹിനോടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങാനും ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ, ആ ആത്മബന്ധത്തിൻ്റെ സൗഭാഗ്യം എങ്ങാനും ഒരാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. പ്രാർത്ഥന കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു അഭയമുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. അനുഭവസ്ഥരിങ്ങനെ പറയണത്. കാരണം കൂടെയുള്ള ഒരാളാണ് തിരിച്ചറിയണത്. പിന്നെ നമ്മൾ ഒറ്റക്കാവോ? കൂടെയുള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാവോ? ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ, ഉണ്ട് എന്നാണ് തിരിച്ചറിയുമ്പോൾ, പിന്നെ അയാൾക്ക് എവിടെ പേടി? ഒരു പേടിയുണ്ടാവില്ല. പ്രാർത്ഥനയുടെ അഭയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. മഞ്ചേരിക്കടുത്ത്, നമ്മുടെ നാടിനടുത്താണ് മഞ്ചേരി. മഞ്ചേരിക്കടുത്ത് ആനക്കയം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ്. അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 2 കിഡ്നിയും ഫെയിലിയറായി. ഡോക്ടർ പറഞ്ഞു, വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റിവെക്കണം, എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കണം എന്നറിയണം. സ്വാഭാവികമായിട്ടും അവർ മാറ്റിവെക്കാൻ വേണ്ടി, അവരുടെ കയ്യിൽ പണമുണ്ട്, മാറ്റിവെക്കാൻ വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയണേ, നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊന്ന് ഉംറയ്ക്ക് പോകണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഒരു ഉംറയ്ക്കെങ്കിലും നമുക്ക് വേഗം പോയിട്ട് പോരണം. കാരണം ഇത് മാറ്റിവെക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ, പിന്നെ അതിന് സമയം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഉംറ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേര് ഉംറയ്ക്ക് വേണ്ടിയിട്ട് വന്നു. എന്താണ് ഉംറ എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന. എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന. എന്താണ് ഹജ്ജ്? പ്രാർത്ഥന. പ്രാർത്ഥിക്കാനുള്ള ഓരോ ചാൻസ്. ആ ഉംറയിൽ നിറയെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തി. ഇത് മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന്. ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയാണ്, എന്ത് മിറക്കിളാണ് ഇവിടെ സംഭവിച്ചത്? 2 കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല. വിശ്വസിക്കുള്ളത്? എന്നോട് ആ മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാ. വിശ്വസിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ, പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കണ്ണിൻ്റെ മുന്നിൽ അയാൾ ഇങ്ങനെ കാണും. ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത്. ആ ഡോക്ടർ പറയാണ്, ചികിത്സയുടെ ഒരു വേളയിൽ അദ്ദേഹം പറഞ്ഞു, 6 മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. അത് പറഞ്ഞത് 1990കളുടെ അവസാനമാണ്. 2012 ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട്. ഇവിടെ ചേന്നമംഗലൂരുണ്ടാവുമല്ലോ. എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ്, നമ്മളോട് പറയാണ്,
പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കും. തീ തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ? എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുമ്പിൽ, ഈമാനിൻ്റെ മുന്നിൽ, പ്രാർത്ഥനയുടെ മുന്നിൽ തീ തണുപ്പായി മാറി. വായിച്ചിട്ടില്ലേ നമ്മൾ? കടൽ രണ്ടായി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ തവക്കുലിൻ്റെ മുന്നിൽ, ഈമാനിൻ്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിൻ്റെ മുന്നിൽ കടൽ രണ്ടായി പിളരുന്നത് കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അവർ. നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ, അസാധാരണമായ അനുഭവങ്ങൾ, ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കാണും. അതിനുള്ള മാർഗമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെയാണ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, 9 വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. 9 വർഷം. നല്ല ഒരു ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ കൊടുങ്ങല്ലൂരിലൊരു ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. 2 വർഷമാണ് ആ ചികിത്സ നടത്തിയത്. ഒരു റിസൾട്ടും ഇല്ല. അവസാനം പണം കഴിഞ്ഞിട്ട്, ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസയൊക്കെ കഴിഞ്ഞിട്ട്, പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തിവെച്ചിട്ട് പോരാണ്. പിന്നെ അദ്ദേഹം പറയാം, പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു, തഹജ്ജുദിൻ്റെ രാത്രികളായിരുന്നു. എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയത് എൻ്റെയും അവളുടെയും തഹജ്ജുദ് കൊണ്ടാണെന്നാ അവൻ പറയുന്നത്. 3 ചുറുചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തഹജ്ജുദ് കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം. എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു, ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു, പള്ളിയിലേക്ക് പോകില്ലായിരുന്നു. കാരണം കാണുന്നവർക്ക് മുഴുവൻ ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വിഷമം കൊണ്ട് കരയേണ്ടി വരുന്നുള്ളതുകൊണ്ട്, ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവൾ എങ്ങോട്ട് പോകില്ല, ആൾ കൂടുന്നിടത്തേക്കൊന്നും അവൾ പോകില്ല. അത്രയധികം മനോവിഷമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ. പക്ഷെ അള്ളാഹിനോട് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം തേടിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളാഹ് കാണിച്ചു തന്നു. അതാണ്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് അവർ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമല്ല, അതൊരാൾ അള്ളാനെ മനസ്സിലാക്കലാണ്. അത് പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമില്ല, ഒരാൾക്ക് അള്ളാനെ മനസ്സിലാക്കലാണത്. ഖുർആന്റെ വചനങ്ങൾ അയാളാണ് ഉൾക്കൊള്ളലാണത്. അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട്, അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? അതാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നില്ലേ? നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കാണും, നമ്മുടെ സൗന്ദര്യം കാണും, ചെളിപ്പാടുകൾ കാണും, അഴുക്ക് കാണും. ഇതുപോലെ നമ്മൾ കാണും ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ കാണും? നമുക്ക് അള്ളാഹ് നമ്മളെങ്ങനെ കാണിച്ചു തരും? എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും, എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകളെന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം തന്ന് പറഞ്ഞയച്ചതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എൻ്റെ ഖുർആൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആ പാരായണം വെറും ഒരു വായന മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല അത്. തിലാവത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്ക് പിന്തുടരുക എന്നാണ്. ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നതുകൊണ്ട് അതിന് വായന എന്നൊരർത്ഥമുണ്ട്. അത്രയേ ഉള്ളൂ. പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ തിലാവത്ത് എന്ന് പറയില്ലേ? തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ. എന്താ തലാഹ? തലാ യത്ലു തിലാവത്ത്. വശംസി വളുഹാഹ, സൂര്യൻ തന്നെയാണ് സത്യം, ളുഹാ നേരം തന്നെയാണ് സത്യം, വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം, ഇദാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ. അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഖുർആൻ തിലാവത്ത്? ഖുർആനെ പിന്തുടരലാണത്. ഖുർആനിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത്. അതാണ് സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈമാനിൻ്റെ സുദൃഢമായൊരു അനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ നിറഞ്ഞൊരു ജീവിതവും അള്ളാനെ മനസ്സിലാക്കലുമാണ്. അള്ളാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ. ആ ദുആ, അതാണ് ദുആ എന്നത് അവസാനമുള്ളൊരു അഭയമൊന്നുമല്ല, കൂടെയുള്ള അഭയമാണ്. ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നുമല്ല, അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത്. സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത്, സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും. ആ ദുആ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്ന സുബ്ർ എന്ന പദം വിശുദ്ധ ഖുർആൻ 93 ആയത്തുകളിൽ 103 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ർ വ്യത്യസ്തങ്ങളാണത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സുബ്ർ എന്ന് പറഞ്ഞുണ്ട്. വൽ അസ്ർ എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാഹ് പറയാം വതവാസൗ ബിസ്സുബ്ർ. അയാൾ സുബ്റിനെ കുറിച്ചും പറയേണ്ടി വരും. വിളിച്ചോരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും. പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും. പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും. പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറിയിറങ്ങേണ്ടി വരും. വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും. സത്യം പറയണമെന്നുണ്ടെങ്കിൽ, സത്യത്തിലേക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ, വെളിച്ചം പ്രസരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സുബ്ർ കാണിച്ചേ മതിയാകുമെന്ന്. ആ സുബ്റാണ് അയാൾക്ക് പ്രതീക്ഷയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുബ്ർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ്. ഇത് അള്ളാഹുവിൽ ഈമാനില്ലാത്ത ഒരാൾക്ക് കിട്ടൂല, ഒരിക്കലും അയാളത് അനുഭവിക്കൂല. സൂറത്തുൽ ആദിയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പിടയും. ഖുർആനിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ ഖുർആൻ മധുരമല്ല, പേടിപ്പെടുത്തും. നിങ്ങൾക്ക് താക്കീതായും സന്തോഷ വാർത്തയായുമാണ് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് താക്കീതാണ്. സുബ്ഹ് നിസ്കാരത്തിന് ഉണരാത്ത ഒരാൾ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്യുമ്പോൾ അയാൾക്കത് പേടിപ്പെടുത്തുന്നൊരു അനുഭവമായിരിക്കും. എന്താ ഖുർആൻ അതിൽ പറയുന്നത്? ഒരു പാവം കുതിരയെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത യജമാനനെ അനുസരിക്കാൻ മാത്രം കഴിയുന്ന ഒരു കുതിര. ആ കുതിരയെക്കുറിച്ച് പറയാണ്, അത് സുബ്ഹ് നേരത്ത് ഉണരുന്നു, സുബ്ഹ് നേരത്ത് പൊടിപാറിച്ചുകൊണ്ട് ഓടുന്നു. ഫൽ മുഗീറാത്തി സുബ്ഹ. സുബ്ഹ് നേരത്ത് പൊടി പാറണം എന്നുണ്ടെങ്കിൽ അത്രയും വേഗതയിൽ ഈ കുതിര ഓടണം. കാരണം സുബ്ഹ് നേരത്ത് എല്ലാം അടങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. അത്രയും വേഗതയിൽ ഈ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയാ? വെള്ളം തരുന്ന, അന്നം തരുന്ന യജമാനന് വേണ്ടിയിട്ടാണ്. ആ യജമാനന് വേണ്ടിയിട്ട്. ഇനി എങ്ങോട്ടാ പോകുന്നത്? യുദ്ധക്കളത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത തല പോകുന്ന യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് ശത്രുക്കളുടെ നടുവിൽ പോയി നിൽക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ എന്താ പറയുന്നത്? പിന്നെ ആ കുതിരയുടെ കഥയല്ല പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. കുതിര അതിൻ്റെ റബ്ബിനോട്, അതിൻ്റെ രക്ഷിതാവിനോട്, അതിൻ്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ പറയാം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. മനുഷ്യനുണ്ടല്ലോ, അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. വേറൊന്നും ഖുർആനോട് പറഞ്ഞില്ല. സുബ്ഹ് നേരത്ത് യജമാനന് വേണ്ടി ഉണരുന്ന ഒരു കുതിരയുടെ കഥ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതേ സുബ്ഹ് നേരത്ത് ഇതേ മനുഷ്യന്റെ യജമാനൻ, അവൻ അന്നം നൽകുന്ന, വെള്ളം നൽകുന്ന, ജീവവായു നൽകുന്ന, അവന് സൗകര്യങ്ങൾ നൽകിയ, സുഖങ്ങൾ നൽകിയ, കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയ, വെയിൽ കൊള്ളാതെ കിടന്നുറങ്ങാൻ വീട് നൽകിയ, മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മേൽക്കൂര നൽകിയ അവൻ്റെ രക്ഷിതാവിന് വേണ്ടി ആ നേരത്ത് ഉണരാൻ അവനോട് അവൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്. അവനിതുവരെ ഒന്നില്ല. ലിഹബ്ബിൽ ഖൈരി ലശദീദ്. കുറച്ച് പണം കിട്ടാനായിരുന്നു അപ്പോൾ ഉണരാൻ പറഞ്ഞെങ്കിൽ ഒരു സംശയമല്ല, അവൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല. നമുക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു
സാംസ്കാരിക പ്രവർത്തകനുണ്ട്, ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ്. KEN കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല. അദ്ദേഹത്തോടൊരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണുള്ളതെന്ന് ചോദിച്ചു. വല്ല സമാധാനം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ദൈവവിശ്വാസി അല്ലാതാകുമോ? എന്താണ് ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ടുള്ള സമാധാനം എന്താണെന്ന് വെച്ചു. എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം. അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ്. പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയമൊന്ന് എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയും, ഒരു സമാധാനവുമില്ല. എന്നിട്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒന്നാമത്തെ സംഭവം, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂപ്പി മാഷുണ്ട്, കവിയാണ്. ഈ സൂപ്പി മാഷിൻ്റെ ഒരു കുട്ടി വേറെ 2 കുട്ടികളും കുറ്റ്യാടിപ്പുഴയിൽ മുങ്ങി മരിച്ചു. ഈ കുട്ടിയും ആ കുട്ടിയുടെ 2 സുഹൃത്തുക്കളും. അപ്പോൾ മകൻ മരിച്ച സൂപ്പി മാഷിൻ്റെ വീട്ടിലേക്കാണ് KEN അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. കുട്ടിയുടെ മയ്യത്തുണ്ട് അവിടെ കിടക്കുന്നത്. KEN പറയാണ്, ഞാൻ സൂപ്പി മാഷിൻ്റെ കൈ പിടിച്ചു എന്ന്. ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? ദൈവവിശ്വാസി അല്ലാതായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറയാണ്. ഒരു കൊച്ചുകുട്ടിയല്ലേ, പാപങ്ങളൊന്നും ചെയ്യാത്തൊരു കുട്ടിയല്ലേ, അവൻ സ്വർഗത്ത് പോകൂലേ എന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ, ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസിയല്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്, ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന്, മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായൊരവസ്ഥയിൽ ICUയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, KEN ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാണ്, പക്ഷേ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട്. ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി എന്ന്.